കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും അധികം പേരുദോഷം കൽപ്പിച്ച മന്ത്രി വീണ ജോർജ് ആയിരുന്നു. സംസ്ഥാനത്തെ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇക്കാലത്ത്. UDF സർക്കാർ അധികാരമേറ്റപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ചുമതല നൽകിയത് മുതിർന്ന നേതാവ് കൂടിയായ കെ മുരളീധരനാണ്. അതിനേക്കാൾ ആ വകുപ്പ് മുരളീധരൻ ചോദിച്ചു വാങ്ങി എന്നതാണ് ശരി. വകുപ്പ് ഏറ്റെടുത്താലുള്ള എല്ലാ റിസ്ക്കും അറിഞ്ഞു വെച്ചുകൊണ്ടായിരുന്നു ആ നീക്കം. കാരണം ആരോഗ്യവകുപ്പിൽ എന്തൊക്കെ ചെയ്യണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു പ്ലാൻ മുരളീധരന് ഉണ്ടായിരുന്നു. അതാണ് കേരളം ഇപ്പോൾ കാണുന്നത്. മന്ത്രിയായി ചുമതലയേറ്റതു മുതൽ മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾ നിലത്ത് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകില്ലെന്നതായിരുന്നു അത്. വീണ ജോർജ് മന്ത്രിയായിരിക്കെ ഗുരുതര രോഗമായി എത്തിയവർ ഉൾപ്പെടെ കിടക്ക ലഭിക്കാതെ തറയിൽ കിടക്കേണ്ടി വന്നതിന്റെ ഗൗരവം മനസ്സിലാക്കിയായിരുന്നു ആ പ്രതികരണം. ഹൃദ്രോഗിയായ കൊല്ലം സ്വദേശി വേണുഗോപാൽ ചികിത്സയ്ക്കെത്തി 2 ദിവസത്തോളം തറയിൽ കിടക്കുകയും ഒടുവിൽ കൃത്യമായ ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് കേരളം വേദനയോടെ കണ്ടതാണ്. താൻ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് മന്ത്രി മുരളീധരൻ ഇപ്പോൾ പാലിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കാൻ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. തിരക്ക് കൂടുതലുള്ള ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ രോഗികളെ പുലയനാർ കോട്ടയിലെ നെഞ്ചുരോഗ ആശുപത്രിയിലേക്ക് മാറ്റിയാണ് പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്. ഇക്കാര്യം മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജില്ലയിലെ വിവിധ ആശുപത്രി മേധാവികളുടെയും യോഗത്തിലാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടായത്. പുലയനാർ കോട്ടയിലെ ആശുപത്രിയിൽ 500ഓളം കിടക്കകളാണുള്ളത്. ഇവിടെ പകർച്ചപ്പനി ബാധിതർക്കുൾപ്പെടെ മതിയായ കിടത്തി ചികിത്സ ഉറപ്പിക്കാനാകും. മഴക്കാലത്ത് പകർച്ചപ്പനി വർദ്ധിച്ചാൽ രോഗികളെ നിലത്ത് കിടത്തുകയാണ് പതിവ്. എന്നാൽ രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ പൊതുനയത്തിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. തീരുമാനം നടപ്പിലാകുന്നത് പലവിധ അസുഖങ്ങളുമായി എത്തുന്ന കിടത്തി ചികിത്സ ആവശ്യമായ രോഗികൾക്ക് ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല. ഒപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന ടാഗ് ലൈനിന് നാണക്കേടായി മാറിയ രോഗികളെ തറയിൽ കിടത്തി ചികിത്സ എന്ന സമ്പ്രദായം അവസാനിക്കുക കൂടിയാണ്. കേരളത്തിലെ ആരോഗ്യമേഖല രാജ്യത്തെ തന്നെ 1ാം സ്ഥാനത്താണെന്ന് മേനി പറഞ്ഞ് നടക്കുകയും തുടർച്ചയായി വീഴ്ചകൾ വകുപ്പിൽ സംഭവിക്കുമ്പോൾ സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറഞ്ഞ് കൈ കഴുകുകയും ചെയ്യുന്നതായിരുന്നു മുൻ ആരോഗ്യമന്ത്രിയുടെ രീതി. അവിടെയാണ് കെ മുരളീധരൻ എന്ന ആരോഗ്യമന്ത്രി അതിനെല്ലാം മാറ്റം സൃഷ്ടിക്കുന്നത്. എന്തായാലും കൈയടിക്കേണ്ട തീരുമാനമാണ് ആരോഗ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇതിനു പുറമെ ഇഴഞ്ഞു നീങ്ങുന്ന മാസ്റ്റർ പ്ലാൻ പ്രവൃത്തികൾ ഊർജിതമാക്കുന്നതിന് പ്രവൃത്തി പരിചയമുള്ള ഏജൻസിയെ SPV ആക്കാനും തീരുമാനിച്ചു. എത്രയും വേഗം ജനറൽ ആശുപത്രിയിലെ ബ്ലോക്കിൽ റാംപ്സ് സജ്ജമാക്കാനും ചോർച്ച പരിഹരിക്കാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനം 24 മണിക്കൂർ കാര്യക്ഷമമാക്കി ജനറൽ ആശുപത്രിയെ ശക്തിപ്പെടുത്തുകയും അതുവഴി മെഡിക്കൽ കോളേജിലെ തിരക്ക് ഒഴിവാക്കുകയുമാണ് മന്ത്രി ലക്ഷ്യമിടുന്നത്. അടുത്തിടെ ഷിഗല്ല ഉൾപ്പെടെ പകർച്ചവ്യാധികൾ മഴക്കാലത്ത് അല്പം കൂടിയപ്പോൾ ആരോഗ്യവകുപ്പിനെതിരെ CPM ഏകപക്ഷീയമായ ആക്രമണവുമായി രംഗത്ത് വന്നത് നാം കണ്ടതാണ്. അതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ മാറ്റിയതും വിവാദമായി. ഒടുവിൽ ഹൈക്കോടതിയിൽ നിന്നാണ് സർക്കാരിന് അനുകൂലമായ വിധി ലഭിച്ചത്. എന്നാൽ അതിനെല്ലാം മറികടന്ന് ആരോഗ്യമന്ത്രി ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ്. ജനങ്ങളുമായി ദിവസവും നേരിട്ട് സംവദിക്കേണ്ട വകുപ്പാണ് ആരോഗ്യവകുപ്പെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് മുരളീധരൻ നടത്തുന്നത് എന്നതിൽ സംശയമില്ല.